2 മണിക്കൂറായി മുട്ടായി മേടിക്കാൻ പുറപ്പെട്ടിട്ട് ഈ സൈക്കിൾ മുന്നോട്ട് പോകുന്നില്ല, ബിൽഡിംഗ് ഒന്നും പുറകോട്ടും പോകുന്നില്ല, പേടില് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യം സൈക്കിള് സ്റ്റാൻഡിൽ നിന്ന് ഇറക്ക്. എടാ എന്നാലേ മുന്നോട്ട് പോകൂ. എടാ മണ്ട, നീ ഇതിനു മുമ്പ് കടയിൽ പോയത് ഇതേപോലെ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് ചവിട്ടിട്ടാണോടാ? ഞങ്ങളുടെ അയൽക്കാരൻ കാൽക്കുലേറ്റർ ചേട്ടന്റെ സൈക്കിള് ചവിട്ടാണ് ചവിട്ട്. ഒറ്റ ചവിട്ടിന് 36 റൗണ്ട് കറങ്ങും. 36? ആരെ കൂടെ 36? എന്നെ ഇവര് കാൽക്കുലേറ്റർ ചേട്ടന് 36 വരെ എണ്ണാൻ പോലും അറിയത്തില്ല. ഓ ഇതിലെന്താ ഇത്ര വലിയ ആരകാര്യം? എന്റെ വീടിനടുത്തുള്ള ചേട്ടന് 100 സൈക്കിൾ ഒരുമിച്ച് ഓടിക്കുമായിരുന്നു. 100? അതെങ്ങനെ? ആ ചേട്ടൻ ട്രക്ക് ഡ്രൈവറാ. ഒരു സമയത്ത് 100 സൈക്കിൾ കയറ്റും. പിന്നെ നിന്റെ അയൽക്കാരൻ ചേട്ടനെ പോലെ മണ്ടനാ. ബാക്കി വാചോടിക്ക. പിന്നെ ഞാൻ സൈക്കിൾ എടുക്കാം, വേണമെങ്കിൽ വന്ന് കേറിക്കോ. കേറുന്നുണ്ടോ? നിക്ക് ഞാനും വന്ന് കേറിട്ടാ. ചേട്ടാ, നമ്മള് സൈക്കിളിന് ട്രിപ്പിളാ പോകുന്നത്. പോലീസുകാരെ എങ്ങാനും വന്ന് പിടിക്കോ? നീ എപ്പ വായ തുറന്നാലും നെഗറ്റീവേ പറയൂ. എന്റെ അമ്മാവൻ മെമ്പറാടാ. പണ്ടൊരിക്കൽ ഇതേപോലെ ഒരു അവസരത്തിൽ എന്റെ അമ്മാവനെ പോലീസ് പിടിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? എന്തായി? എന്റെ അമ്മാവൻ ആ പോലീസുകാരനെ പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചു. എന്നിട്ട് അയാളുടെ മുന്നിൽ പോയി നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ നിന്നു. അതിന് അയാളുടെ ജോലി പോലീസ് സ്റ്റേഷനിലാണല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് അയക്കുന്നേ? എടാ എന്റെ അമ്മാവനാണോ അതോ നിന്റെ അമ്മാവനാണോ മെമ്പർ? അത് തന്നെയാ. അപ്പൊ നീ പറയുന്ന ശരി. ഇനി സ്പീഡിൽ പോട്ടെ, ഇനി സ്പീഡിൽ പോട്ടെ. പതുക്കെ പോണേ, പതുക്കെ പോണേ, പതുക്കെ പോടോ. ഒന്ന് പതുക്കെ പോടാ. ഇങ്ങനെ പോയാ സൗണ്ട് പോടിയാ. ഈ സ്പീഡിൽ തന്നെ പേടിച്ചു പോയോ? എന്റെ സെൽഫി സ്റ്റിക് മാമനാണെങ്കിലേ 3ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ എത്തിയപ്പോഴാ മൊബൈലിന്റെ കാര്യം ആലോചിച്ചത്. പിന്നെ 3ാമത്തെ നിലയിലോട്ട് വീണ്ടും ചാടി, വീണ്ടും ഫോൺ എടുത്ത് താഴോട്ട് ചാടി. ഓ ഇതൊക്കെ വലിയ കാര്യമാണോ? എന്റെ സെൽഫി സ്റ്റിക് മാമൻ 7ാമത്തെ നിലയിൽ ജനലിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടുണ്ട്. അപ്പൊ താഴെ വീണ് അയാളുടെ സെൽഫി വേറെ സ്റ്റിക്ക് വേറെ ആയി കാണുമല്ലോ. എടാ മണ്ട, ജനലിൽ നിന്ന് അകത്തേക്കാ ചാടിയത്. ഇവന്റെ സെൽഫി സ്റ്റിക് മാമനെ പോലെ മരമണ്ടനാണോ പുറത്തേക്ക് ചാടാൻ? ആ വണ്ടി നിർത്തൂ. വണ്ടി നിർത്താൻ. ട്രാഫിക് റൂൾസ് അറിയില്ലേ നിങ്ങൾക്ക്? ഓ അതൊക്കെ അറിയാം. നിങ്ങൾ എന്തിനാ ഇടക്കൊന്ന് ചാടിയത്? ഓഹോ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ട്രാഫിക് പോലീസാണ്. ലൈസൻസ് എടുക്ക്. ഒരെണ്ണം എത്രയാ? കൈക്കൂലി അല്ല ഞാൻ ചോദിക്കുന്നത്. ഹലോ, ആദ്യം നിങ്ങളുടെ വാചകൂടി ഒന്ന് നിർത്ത. എന്നിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് നോക്ക്. റോഡിലെ സ്പീഡ് ബ്രേക്കറെക്കാളും വരുന്നത് നിങ്ങളുടെ വയറ്. താഴോട്ട് നോക്കിയാ വല്ലോ കാണാവോ? ആ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. ഇയാളുടെ കാലില് മുറിവ് പറ്റിയ ഏത് കാലിലാ മുറിവ് പറ്റിയെന്ന് അറിയാൻ പറ്റില്ല. കാരണം കൊടവേറിന് താഴെ എന്താണെന്ന് കാണാൻ പറ്റില്ലല്ലോ. നിർത്തടാ. നിങ്ങളെന്തോ സൈക്കിളിൽ ട്രിപ്പിൾ അടിക്കുന്നത്? അത് പറയൂ. സാർ ഞങ്ങൾ വെറും പാവങ്ങളാണ്. വീട്ടിൽ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പിൾ അടിച്ച് വന്നേ. ഞങ്ങൾ പതിയെ ഓടിച്ചിട്ട് വന്നിരുന്നേ. പക്ഷെ ഈ മൊട്ടത്തിലെ മുന്നിൽ ഇരുന്നിട്ട് മെല്ലിങ്ങനെ ടെൻറ്റിങ്ങിന് അടിച്ചിട്ട് ആൾക്കാരെ മുഴുവൻ അലർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു വണ്ടിയിൽ പോയിടിച്ച് മണ്ണാരോട് കാണിക്കാൻ വേണ്ടി. ഈ ടിങ് ടിങ് അടിക്കുന്നത് ഫോണല്ലേ ചേട്ടാ? എന്നാ പിന്നെ നീ പോന്ന് അടിച്ചോ. മതി വാചോടി നിർത്ത്. എന്റെ അമ്മാവൻ മെമ്പറാ. പക്ഷെ അയാൾ ഇന്നലെ അതിന് തീർത്ഥയാത്ര പോയില്ലേ? ആ രാത്രി തിരിച്ചു വരുമല്ലോ. പക്ഷെ ട്രെയിനിൽ 5 മണിക്കൂർ ലേറ്റ് അല്ലേ? എടാ അതിന് ഫ്ലൈറ്റിലല്ലേ വരുന്നേ? അതിന് ഫ്ലൈറ്റ് അവിടെ ഇവിടെ കറങ്ങി വരുമ്പോഴത്തേക്ക് സമയം എടുക്കുമല്ലോ. അതാ നോക്ക്, മുറ്റത്തൊരു മൈന. എവിടെ എവിടെ എവിടെ?
നീ പറഞ്ഞ മൈന എവിടെ പറയടാ, എവിടെ പോയടാ? അത് ചിലപ്പോ വന്നിടത്തേക്ക് തിരിച്ചു പോയി കാണും. ഇവന്മാരെ ഞാൻ ഇന്ന് ശരിയാക്കുന്നു. നമ്മൾ ഈച്ചയുടെ കടയിൽ മുട്ടായി വാങ്ങാൻ വന്നതാണോ അതോ മുട്ടായിയുടെ കടയിൽ ഈച്ച വാങ്ങാൻ വന്നതാണോ? കണ്ടാ തോന്നുന്നു ഈച്ചകളാണ് ഈ കടയുടെ മുതലാളികളെന്ന്. ചേട്ടോ, ഈച്ചയില്ലാത്ത 3 കിലോ ലഡ്ഡു എടുത്തേ. ഓ അത് ശരി, നിനക്ക് ഈച്ചയില്ലാത്ത ലഡ്ഡു വേണോ അല്ലേ? എന്നാ പിന്നെ കുറച്ചു നേരം നീ ഇരുന്ന് ഈച്ച അടിക്കേണ്ടി വരും. എന്റെ അമ്മാവൻ മെമ്പറാ, അടിച്ച് പഞ്ഞിക്കിട്ട് കളയും. മര്യാദക്ക് വേഗം മിഠായി എടുക്കുന്നുണ്ടോ? ആഹാ, കൊള്ളാമല്ലോ, നിന്റെ അമ്മാവൻ മെമ്പറായോ? എന്നാ പിന്നെ ഞങ്ങൾക്ക് ലഡു തരണം കേട്ടോ. എടാ ചെറുക്ക, വില കൂടിയ 1 കിലോ മിഠായി പാക്ക് ചെയ്തു, ഇവരുടെ വകയായി, അതും എനിക്ക് വേണ്ടി. താൻ കൂടുതലും മിടുക്കനാവല്ലേ? വില കൂടിയ മിഠായി ഞാൻ പോലും കഴിച്ചിട്ടില്ല. എന്റെ ചെലവ് മേടിച്ച് കഴിക്കാനാ പരിപാടി. പെട്ടെന്ന് ലഡു പാക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഈ കട ഞാൻ അടിച്ച് നുറുക്കി എല്ലാം കൂടി ലഡു പോലെ ആക്കും. മനസ്സിലായോ? ചേട്ടാ, ചേട്ടൻ കുറച്ച് ഓവറാണെന്നാ തോന്നുന്നത്. ആണോ? അങ്ങനെയാണോ കാര്യങ്ങള്? കടയിൽ വരുന്നവരോടൊക്കെ ഇങ്ങനെ പെരുമാറിയ ആൾക്കാർക്ക് എങ്ങനെ സാധനം വാങ്ങാൻ തോന്നുക? അതൊക്കെ വില കൂട്ടാനുള്ള ഇയാളുടെ അടവല്ലേ? നീ എന്താ പറഞ്ഞ? ഈ ഗുലാബ് ജാമുൻ അങ്ങനെ ഉണ്ട്. വെക്കണോടെ. ഗുലാബ് ജാമുൻ തന്നെ കയ്യിലെടുത്തപ്പോ തന്നെ സ്ലിപ്പായി. നിന്റെ കളിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സീറ്റ്സിലും തൊട്ടിട്ടും സൈഡിൽ പോയി നിന്ന് വിരൽ നിൽക്കാനല്ലേ. അയ്യടാ, ഈ ഗുലാബ് ജാമുൻ വാങ്ങാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല. അതൊക്കെ എന്റെ ചേട്ടൻ ഒറ്റ ഇരിപ്പിനില്ലേ 100 ഗുലാബ് ജാമുൻ വരെ അകത്താക്കിയിട്ടുണ്ട്. ഓ, ഇതൊക്കെ വലിയ കാര്യമാണോ? എന്റെ ചേട്ടൻ ഒറ്റ ഉരുപ്പിന് 100 ഗുലാബ് ജാമുൻ കഴിക്കും. അതെങ്ങനെയാ? എടാ, 30 ദിവസം കൊണ്ട് കഴിച്ചെന്ന്. നിന്റെ ചേട്ടനെ പോലെ മണ്ടനാണോ എന്റെ ചേട്ടൻ? 100 ഗുലാബ് ജാമുൻ ഒറ്റയടിക്ക് കഴിച്ചിട്ട് 3 മാസം ബാത്റൂമിൽ പോയി കിടക്കാൻ. എല്ലാം പായ്ക്കായിട്ടുണ്ട്. ഇത് എന്റെ 1 കിലോ, ഇത് നിങ്ങളുടെ 3 കിലോ. പൈസ ഇട്. എടോ, കൂടുതൽ മിടുക്കനാവില്ല കേട്ടോ. എടാ, 1 മിനിറ്റ് നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. ചേട്ടാ, ഈ കാണുന്ന സ്വീറ്റിനോടൊപ്പം ഒരു ഫോട്ടോ എടുത്തേ. ഫോട്ടോയോ? ഇതില് സിൽവർ റാപ്പ് ഉണ്ടല്ലോ, നമ്മളാണെങ്കിൽ പണ്ടേ ഗോൾഡ് അല്ലേ. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഫോട്ടോ എടുത്ത ഈ ഫോട്ടോയുടെ വില കൂടും ചേട്ടാ. ഈ സ്വീറ്റ് വളരെ നല്ലതാണ്. ഇതിൽ പാലുണ്ട്, പഞ്ചസാരയുണ്ട്, കശുവണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. എടാ മണ്ട, ഞാൻ ഫോട്ടോയാ എടുക്കുന്നത്. ഫോട്ടോയിൽ ശബ്ദം റെക്കോർഡ് ആകത്തില്ലടാ. ചേട്ടാ, ഫോട്ടോ എടുക്കുമ്പോ 3 പോസിൽ എടുക്കണം. ഒന്നിങ്ങനെ, പിന്നെ ഒന്നിങ്ങനെ, പിന്നെ ഇങ്ങനെ. നീ അത് കഴിച്ചോ? അത് ഫോട്ടോയ്ക്ക് വേണ്ടി ഫോട്ടോയിലല്ലേ കഴിച്ചത്. അപ്പൊ ശരി, പിന്നെ കാണാം. ഓസിന് സ്വീറ്റ്സ് കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാലോ? നിനക്കൊക്കെ ഫ്രീ ആയിട്ട് കഴിക്കാനാണോടാ ഞാൻ കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നേ? എന്താ ചേട്ടാ, അത് നിങ്ങൾക്ക് നല്ലതല്ലേ? നിങ്ങളുടെ കടയിൽ നിന്ന് സ്വീറ്റ് ഞാൻ കഴിച്ചെന്ന് നാട്ടുകാരോട് പറഞ്ഞാ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കല്ലേ? കാശിന് പകരം നിന്നെ കൊണ്ട് ഞാൻ കട ക്ലീൻ ചെയ്യിപ്പിക്കും. എടാ രമണ, ആ ചൂലും തുണിയെടുത്ത് ഇവന്റെ കയ്യിലോട്ട് കൊടുത്തേ. കാശ് കൊടുക്കാതെ മുട്ടായി തിന്നണോ? അല്ലടാ, ഓസിന് തിന്നണോ അല്ലേ നിനക്ക്? എന്താണ് ഇവിടെ ഒരു അടിപിടി? എടാ, അടിപിടി എന്ന് പറയുമ്പോ 2 സൈഡിൽ നടക്കണ്ടേ? ഇത് ഒരു സൈഡിൽ അടിയോടടി. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഇത്രയും നല്ല മധുരമുള്ള മുട്ടായിക്കട നടത്തുന്ന ഇയാടെ വായിന്ന് ഇത്രയും കൈപ്പുള്ള വാക്കുകൾ എങ്ങനെ വരുന്നു? ആ ചേട്ടാ, ഇത് നമ്മുടെ പയ്യനാണ്, വെറും പാവം പയ്യനാണ്. ഓ, നല്ല പയ്യനാ. അപ്പൊ നീ ഉമാരുടെ കൂടെ ഉള്ളവനാ. ഇങ്ങോട്ട് വന്നേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, പ്രോഗ്രസ് റിപ്പോർട്ടേ, നിന്റെ 96%-ന്ന് 6 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ വെറും 9 ആകും. വെറും 9. എത്ര? 9. ഈ ജില്ലയിലെ ടോപ്പറാണ് ഞാൻ. അതും എന്റെ ഈ ചേട്ടൻ കാരണം. രാത്രി മുഴുവൻ ഉറങ്ങാതെ എനിക്ക് വേണ്ടി വെളിച്ചം തന്നു. അത് കാരണമാണ് എനിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചത്. അതൊക്കെ നീ വിട്ടുകളാ. അങ്ങനെ എങ്ങനെ വിട്ടുകളയാൻ പറ്റും ചേട്ടാ? ഇവര് കഴിച്ച മിഠായിക്കുള്ള പൈസ ഞാൻ തന്നോളാം. ഇതാ ചേട്ടാ, വരൂ. ഈ സന്തോഷത്തിൽ നമുക്ക് നാട്ടുകാർക്ക് മുഴുവൻ മിഠായി കൊടുക്കാം. താങ്ക് യു, താങ്ക് യു. മിഠായി.